ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റോസ്മേരി വാട്ടറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. താരനും മുടി ഒഴിച്ചിലും മാറി മുടി നല്ല തിക്കായിട്ട് വളരാനും നമ്മുടെ സ്കാൽപ്പിൽ പുതിയ ബേബി ഹെയർസൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ പുതിയ ബേബി ഹെയർസൊക്കെ കിളിർത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ 2 സ്പൂൺ റോസ്മേരി ലീവ്സ് എടുക്കുക. ഇത് ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ. ഒറ്റ യൂസിന് നമുക്ക് ഈ 2 സ്പൂൺ മതിയാവും. ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം കേട്ടോ. ഒറ്റ യൂസിന് നമുക്ക് 2 സ്പൂൺ റോസ്മേരി ലീവ്സിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോളം തിളപ്പിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലാക്കാം. ഇത് ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങണമെങ്കിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ തിളപ്പിക്കണം. ഇത് 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ആവും കേട്ടോ. ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ കർപ്പൂരത്തിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനും താരം മാറാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നമ്മൾ ഏത് എണ്ണയാണോ ഹെയറിൽ യൂസ് ചെയ്യാറുള്ളത് ആ എണ്ണ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ എടുത്താൽ മതി. നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ ഡ്രൈ ആവാതിരിക്കാനാണ് കുറച്ച് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ റോസ്മേരി വാട്ടർ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൈകൊണ്ട് തേക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തേക്കാം. ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തേക്കും എത്താനായിട്ട് എളുപ്പമാണ്. ഈ റോസ്മേരി വാട്ടർ പുതിയ മുടി കിളിർത്ത് വരാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ ചെറിയ പുതിയ ബേബി ഹെയർസ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് മുടിയിലേക്ക് അധികം സ്പ്രേ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തായിട്ടും ആകാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഒരു 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ താളി ഉപയോഗിച്ച് വേണമെങ്കിൽ കഴുകാം കേട്ടോ. പക്ഷേ കെമിക്കൽ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് ഒരിക്കലും കഴുകരുത്. അങ്ങനെ ചെയ്താൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.